ഹലോ നമസ്കാരം. ഇന്ന് സീഡ് ഡിസ്പേഴ്സലിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സീഡിൻ്റെ സ്ട്രക്ചറും ജെർമിനേഷനുമായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. സീഡ് ഡിസ്പേഴ്സൽ. സം സീഡ്സ് ഗ്രോ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ പേരൻറ്റ് പ്ലാന്റ്. സച്ച് സീഡ്സ് കോമ്പീറ്റ് ഫോർ വാട്ടർ, ന്യൂട്രിയൻസ്, ലൈറ്റ് ആൻഡ് സ്പേസ് ടു ഗ്രോ. എന്താണ്, ചില പ്ലാന്റ്സ് അതിൻ്റെ പേരൻറ്റ് പ്ലാന്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും വളരുന്നത്. അങ്ങനെയുള്ളത് എന്താണ്? ന്യൂട്രിയൻസിനും വാട്ടർ, ലൈറ്റ്, സ്പേസ് അതിനെല്ലാം കോമ്പീറ്റ് ചെയ്യേണ്ടി വരും, മത്സരിക്കേണ്ടി വരും. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് ഓൺലി എ ഫ്യൂ സീഡ്സ് സർവൈവ് വൈൽ. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? അതേഴ്സ് ഡേ. കുറച്ച് സീഡ് മാത്രം സർവൈവ് ചെയ്യുകയും ബാക്കിയുള്ളവ വളരാതെ ഡൈ ആയി പോവുകയും ചെയ്യും. To aid survival, plants take the help of agents like explosion, wind, water and animal to scatter their seeds. ഇങ്ങനെ സർവൈവ് ചെയ്യാനായിട്ട് പ്ലാന്റ്സ് ഏജൻസിൻ്റെ സഹായം തേടും. എന്തൊക്കെയാണ്? എക്സ്പ്ലോഷൻ, വിൻഡ്, വാട്ടർ ആൻഡ് ആനിമൽസ് ടു സ്കാറ്റർ ദെയർ സീഡ്സ്. ഒന്നിൽ വിൻഡ് വഴിയോ വെള്ളം വഴി, ആനിമൽസൊക്കെ വഴി ഇതിൻ്റെ സീഡിനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അത് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം കാറ്റ് വന്നു കഴിഞ്ഞാൽ സീഡ്സൊക്കെ പറന്നു പോകാറുണ്ട്, വെള്ളത്തിൽ കൂടെ ഒഴുകി പോകാറുണ്ട്. പിന്നെ ആനിമൽസ് ചിലപ്പോൾ ബേഡ്സൊക്കെ കൊത്തിയെടുത്ത് വേറൊരിടത്ത് കൊണ്ടിടുകയൊക്കെ ചെയ്യത്തില്ല. അങ്ങനെ ആനിമൽസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഏജൻസാണ് ഇതൊക്കെയാണ് പറയുന്നത്. ദീസ് ഏജൻസ് ക്യാരി ദ പ്ലാന്റ് സീഡ് ആൻഡ് സ്കാറ്റർ ദം എവേ ഫ്രം ദ പേരൻറ്റ് പ്ലാന്റ്. ഈ ഏജൻസൊക്കെ ഈ പ്ലാന്റിൻ്റെ സീഡിനെ എന്താണ്? പേരൻറ്റ് പ്ലാന്റിൻ്റെ അടുത്ത് നിന്ന് അകലേക്ക് മാറ്റാറുണ്ട്. ദ പ്രോസസ് ബൈ വിച്ച് സീഡ്സ് ആർ സ്കാറ്റേഡ് എവേ ഫ്രം ദ പേരൻറ്റ് പ്ലാന്റ് ഈസ് കോൾഡ് സീഡ് ഡിസ്പേഴ്സൽ. ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന സീഡിനെ പേരൻറ്റ് പ്ലാന്റിൽ നിന്ന് മറ്റുള്ളിടത്തേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. വിൻഡ്, വാട്ടർ, ആനിമൽസ് ആൻഡ് എക്സ്പ്ലോഷൻ ഹെൽപ്പ് ദ സീഡ് ഡിസ്പേഴ്സൽ. ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് വിൻഡ്, വാട്ടർ, ആനിമൽസും പിന്നെ എക്സ്പ്ലോഷൻസും ഒക്കെയാണ്. Let us learn how seed dispersal occurs in different plants. എങ്ങനെയാണ് ഇനി ഓരോ പ്ലാന്റിൽ ഈ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിൻഡ്. സീഡ്സ് ഓഫ് പ്ലാന്റ് ലൈക്ക് കോട്ടൺ, seeds of plants like cotton, sycamore and dandelion are very light. They have either wing-like structure on hair on them. ഈ വിൻഡിൻ്റെ സഹായത്തോടെ പോകുന്ന സീഡുകൾക്കൊക്കെ എന്താണ്? അതിൻ്റെ സീഡിൽ തന്നെ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. അപ്പോൾ അതിന് നമുക്ക് പറത്തി കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. സീഡ് ഓഫ് മാപ്പിൾ ആർ വിങ്ങഡ്. ദീസ് ഫീച്ചേഴ്സ് എനേബിൾ ദ സീഡ് ടു ബി ഈസിലി ക്യാരിഡ് എവേ ബൈ വിൻഡ്. ഇങ്ങനെയുള്ള സീഡ്സിന് ഇപ്പം അങ്ങനെ മേപ്പിൾ, ഡാൻഡലിയോൺ, കോട്ടൺ ഇതൊക്കെയാണ് എന്താണ്? നമുക്ക് വിൻഡിൻ്റെ സഹായത്തോടെ ഡിസ്പേഴ്സൽ നടത്താൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ടർ. പ്ലാന്റ്സ് ലൈക്ക് കോക്കനട്ട്, ലോട്ടസ് ആൻഡ് മാംഗ്രൂവ് ഹാവ് സ്പോഞ്ചി ഓർ ഫൈബറസ് സീഡ്. ദിസ് എനേബിൾ ദം ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. വാട്ടർ ക്യാരീസ് എ സീഡ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്പോഞ്ചി അല്ലെ ഫൈബറസ് സീഡുകളായിരിക്കും. ഇപ്പം നമ്മുടെ കോക്കനട്ട്, ലോട്ടസ്, മാംഗ്രൂവ് ഇതൊക്കെ ആകുമ്പോൾ എന്താണ്? വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന് ഒരിടത്തു നിന്ന് ഒഴുകി മറ്റൊരിടത്തേക്ക് പോയിട്ട് അവിടെ വളരാറുണ്ട്. പിന്നെ ആനിമൽസ്. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ് ഈറ്റ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ ആൻഡ് മാംഗോസ് ആൻഡ് ത്രോ എവേ ദെയർ സീഡ്. ഇപ്പോൾ ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടും. നമ്മളും ആനിമൽസും ഒക്കെ എന്താ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് അതിൻ്റെ സീഡ് എന്താണ്? മറ്റുള്ളിടത്തേക്ക് വലിച്ചെറിയാറുണ്ട് അല്ലേ? ദീസ് സീഡ്സ് ജെർമിനേറ്റ് ഓൺ ഗെറ്റിംഗ് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ ഫോർ ഗ്രോത്ത്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ ആ സീഡ് അവിടെ കിടന്ന് വളരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്തൊക്കെ കണ്ടീഷനാണ്. വാട്ടർ വേണം, എയർ വേണം, വാംത് ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? ഒരു സീഡ് അവിടെ വളരും. സിമിലർലി ബേർഡ്സ് ഈറ്റ് ഫ്രൂട്ട് ആൻഡ് swallow their seed. They undigested seeds come out in their droppings and germinate into new plants. അതുപോലെ തന്നെയാണ് ബേർഡ്സ് ഫ്രൂട്ട്സ് കഴിക്കുന്ന വഴി അതിൻ്റെ സീഡ്സ് വിഴുങ്ങിപ്പോകാറുണ്ട്. ഇത് അൺഡൈജസ്റ്റ്, അതിന് ദഹിക്കാറില്ല. അപ്പോൾ എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോപ്പിങ്സ് വഴി പുറത്ത് വരികയും പുതിയ പ്ലാന്റായിട്ട് വളരുകയും ചെയ്യും. ദി സീഡ് ഓഫ് പ്ലാന്റ് ലൈക്ക് കോക്ലേബർ, ബർഡോക്ക് ആൻഡ് ഡേറ്റൂറ ഹാവ് ഹുക്സ്. ദീസ് ഗെറ്റ് സ്റ്റക്ക് ടു ദ fur of animals or even to the cloth of human beings and carried away. അതുപോലെ തന്നെ ഒരു സൈസ് ഈ നമ്മൾ
ഈ ഗ്രാസിൽ കൂടെ ഒക്കെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ തുണികളിലൊക്കെ ഒരു സീഡ് ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ് അല്ലേ. അത് നമ്മൾ വേറൊരു തില്ലുമ്പോഴായിരിക്കും കുടഞ്ഞവിടുന്നത്, അത് അവിടെ കിളിക്കും. അതുപോലെ തന്നെ പക്ഷികളുടെ ദേഹത്തും അത് പറ്റിയിട്ട് അങ്ങനെ ഡിസ്പേഴ്സൽ നടക്കാറുണ്ട്. അടുത്തത് എക്സ്പ്ലോഷൻ. സം ഫ്രൂട്ട്സ് സ്കാറ്റർ their ripe seeds by exploding or bursting their seed pod. The pod or sprouting cucumber spread their seed by explosion. ഇപ്പം ഇതുപോലെ ഉള്ളതൊക്കെ ആണെങ്കിൽ എക്സ്പ്ലോഷൻ, ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. ചില ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇത് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ദൂരേക്ക് മാറിയിട്ട് അങ്ങനെ വളരാറുണ്ട്. അതാണ് 4 തരത്തിലാണ് ഉള്ളത്. വിൻഡ്, വാട്ടർ, ആനിമൽസ്, എക്സ്പ്ലോഷൻ. ഇങ്ങനെയാണ് നമ്മുടെ സീഡിൻ്റെ ഡിസ്പേഴ്സൽ പ്രധാനമായിട്ടും നടക്കുന്നത്. താങ്ക് യു.